ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ രാജിവെച്ചിറങ്ങുമ്പോൾ പറഞ്ഞ ധാർമ്മികതയെല്ലാം മന്ത്രി സജി ചെറിയാൻ വിഴുങ്ങി. അന്ന് പറഞ്ഞ ധാർമ്മികതയും അന്നത്തെ ശരിയും ഇപ്പോൾ ബാധകമല്ല എന്ന മട്ടാണ് സജി ചെറിയാൻ. അതേസമയം കേസിന്റെ നിലവിലെ സ്ഥിതി അന്നത്തേക്കാൾ ഗുരുതരമാണ് താനും. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം രാഷ്ട്രീയ കേരളത്തിൽ കത്തിപ്പടരുകയും അന്വേഷണവും കോടതി ഇടപെടലും ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് മന്ത്രിസ്ഥാനത്ത് നിന്നിറങ്ങാൻ സജി ചെറിയാൻ നിർബന്ധിതനായത്. അന്ന് പക്ഷേ അണിഞ്ഞത് ധാർമ്മികതയുടെ പുറംകവചം. അന്വേഷണം നടക്കുമ്പോൾ ആരോപണ വിധേയൻ മന്ത്രിസ്ഥാനത്ത് ഇരിക്കരുതെന്ന ബോധ്യം. ഞാൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണം അല്ലെ സ്വതന്ത്രമായ തീരുമാനം വരുന്നതിന് ചിലപ്പോൾ തടസ്സം വരും. അതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല. അതുകൊണ്ട് ഞാൻ രാജിവെക്കും. ഈ ധാർമ്മികത ഇപ്പോൾ സജി ചെറിയാനില്ലേ? അന്വേഷണം നടക്കുമ്പോൾ ആരോപണ വിധേയൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് സ്വതന്ത്ര അന്വേഷണത്തെ ബാധിക്കില്ലേ? സജി ചെറിയാന് അന്നത്തെ ഉത്തരമല്ല ഇന്ന്. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ രാജിവെച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കുമല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ശരി, അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം? അതിന് വിഷമിക്കേണ്ട. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും? ഒരു തീരുമാനമില്ല. ഇപ്പം മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. എൻ്റെ ജോലി പഴയതിനേക്കാൾ ഗുരുതരമാണ് കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. പോലീസ് കണ്ടെത്തലുകൾ ഉൾപ്പെടെ കോടതി തള്ളിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വിമർശിച്ചിരിക്കുന്നു. രാജിവെക്കാൻ പറഞ്ഞ വാക്കുകൾ തന്നെ വരുംനാളിൽ സജി ചെറിയാനെ തിരിഞ്ഞുകൊത്തും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.